ഇന്നത്തെ ദിവസം മറ്റൊരു സന്തോഷമുള്ള ദിവസം കൂടിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന തുടങ്ങുന്നതിന് മുൻപ് നമുക്കൊരു അഭിമാന നിമിഷമുണ്ട്. അത് നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നു. റിപ്പോർട്ടിന് 2 അന്തർദേശീയ പ്രോമാക്സ് പുരസ്കാരങ്ങൾ ലഭിച്ചിരിക്കുകയാണ് എന്ന സന്തോഷ വാർത്ത പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കട്ടെ. ബെസ്റ്റ് ബ്രാൻഡ് ഇമേജ്, ബെസ്റ്റ് ഐഡന്റ് എന്നീ വിഭാഗങ്ങളിൽ 2 സിൽവർ പുരസ്കാരങ്ങളാണ് റിപ്പോർട്ടറിന്റെ ബ്രാൻഡ് ഫിലിം നേടിയത്. മുഖമിനിക്കയുള്ള 2ാം വരവിൽ നീതിക്കായുള്ള പോരാട്ടം എന്ന തലക്കെട്ടോടെ റിപ്പോർട്ടർ അവതരിപ്പിച്ച ഫാക്ട് മാറ്റേഴ്സ് എന്ന ബ്രാൻഡ് ഫിലിമിനാണ് പുരസ്കാരം. നേർമുഖങ്ങൾ, പൊയ്മുഖങ്ങൾ, അത് നമുക്ക് ചുറ്റുമുണ്ട്. അതിൻ്റെ ഇരകളും നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷേ എങ്ങനെ നേരിനെ തിരിച്ചറിയും? അത് തിരിച്ചറിയാനാകാതെ വരുമ്പോൾ ഇരകൾ സൃഷ്ടിക്കപ്പെടുന്നു. അതെ, സത്യം ചെരുപ്പിടുമ്പോഴേക്കും നുണ ലോകം ചുറ്റിയിരിക്കും. മഹാമാരി പോലെ പടർന്നിരിക്കും, ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക്. കാഴ്ചകളെയും കാഴ്ചപ്പാടുകളെയും മറയ്ക്കുന്ന ഇരുട്ടിൽ സത്യം മൂടപ്പെടുന്നു. അങ്ങനെ അർത്ഥസത്യങ്ങളും അസത്യങ്ങളും സ്ഥിരമായി സ്ഥാപിക്കപ്പെടുന്നു. പക്ഷേ വെളിച്ചം അത് വരിക തന്നെ ചെയ്യും. ആ തെളിച്ചത്തിൽ പൊയ്മുഖങ്ങൾ വെളിവാകും, വസ്തുതകൾ വഴികാട്ടും. അതിന് വ്യക്തമായ ഒരു മുഖവുമുണ്ടാവും. മുഖമില്ലാത്ത വാർത്തകൾക്കെതിരെ പുതിയ പോർമുഖം. റിപ്പോർട്ടർ, ഫോർ us, fact matters. ഇന്ത്യയിലെ റീജിയണൽ വിഭാഗത്തിലെ 100ഓളം എൻട്രികളിൽ നിന്നാണ് റിപ്പോർട്ടറിന്റെ ബ്രാൻഡ് ഫിലിം സിൽവർ പുരസ്കാരങ്ങൾ നേടിയെടുത്തത്. ടെലിവിഷൻ രംഗത്തെ ഓസ്കർ എന്നറിയപ്പെടുന്ന അവാർഡാണ് റിപ്പോർട്ടർ സ്വന്തമാക്കിയത്. 1956 പ്രോമാക്സ് BDA നിലവിൽ വന്നത്. അപ്പോൾ വളരെ വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് നമ്മളെ സംബന്ധിച്ച്. പ്രത്യേകിച്ച് ഇത് സാധാരണ പ്രേക്ഷകർക്ക് ഇത്തരം ഒരു പുരസ്കാരത്തെക്കുറിച്ച് പതിവായിട്ട് അറിയില്ല. പ്രൊമോയുടെ ഒരു ശക്തി നോക്കൂ, ഏറ്റവും കാലിക പ്രസക്തമായ കാര്യമാണ് അല്ലേ? എങ്ങനെ നുണ സഞ്ചരിക്കുന്നു എന്നുള്ളത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണല്ലോ വാട്സപ്പിലൂടെ. പലപ്പോഴും ഈ പുരസ്കാരങ്ങൾ നോർത്ത് ഇന്ത്യൻ ടെലിവിഷനിലെ എൻ്റർടൈൻമെൻറ്റ് ചാനലുകളാണ് സ്വന്തമാക്കാറുള്ളത്. അപ്പോൾ നമ്മളുടെ പ്രൊമോട്ട് ടീം അത് ഹെഡ് ചെയ്യുന്ന ഗോപനും സംഘവും മികച്ച എഡിറ്റിങ്ങിലൂടെ മികച്ച ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിരുന്നു. ആ സന്ദേശം നേരത്തെ സ്മൃതി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ എങ്ങനെയാണ് ഇത്തരം ചതിക്കുഴികളിലേക്ക് പുതിയ തലമുറ വീഴുന്നത്? നോക്കൂ, ഒരു കാലഘട്ടത്തിൽ ഈ പറയുന്ന ഓൺലൈൻ അല്ലെങ്കിൽ ഈ ക്യാമറ എല്ലായിടത്തും ഉള്ള ഒരു ജനറേഷൻ അല്ല നമ്മുടെ ഒന്നും. നമുക്ക് ഇത്തരം ചതിക്കുഴികളെക്കുറിച്ചൊക്കെ നല്ല ബോധ്യം ഉണ്ടായിട്ടാണ് നമ്മൾ ഡിജിറ്റലിലേക്ക് പോകുന്നത്. ഇപ്പോൾ നേരെ ഡിജിറ്റലിലേക്ക് വരുന്ന പ്രത്യേകിച്ച് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചതിക്കുഴികൾ എവിടെയൊക്കെയാണ് ഒരുങ്ങിയിരിക്കുന്നത് എന്നെ സംബന്ധിച്ച് തിരിച്ചറിവില്ലായ്മ. അപ്പോൾ അത് വളരെ കാലിക പ്രസക്തമായിട്ടുള്ള ഒരു വിഷയം, സ്മൃതി ചൂണ്ടിക്കാണിച്ച പോലെ വളരെ കാലിക പ്രസക്തമായിട്ടുള്ളൊരു വിഷയമാണ് പ്രൊമോയിലൂടെ അവതരിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ സാധാരണഗതിയിൽ അവാർഡുകൾ വരുമ്പോൾ പറയാറുണ്ട് അർഹരാണ്, അഭിനന്ദനങ്ങൾ എന്നൊക്കെ പറയാറുണ്ട്. ഇത് തീർത്തും 100% അക്ഷരാർത്ഥത്തിൽ അർഹരാണ്. ഗോപനും സംഘത്തിനും അഭിനന്ദനങ്ങൾ. അതെ, ഗോപൻ തുടർച്ചയായി പ്രോമാക്സ് പുരസ്കാരങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു ക്രിയേറ്റിവിറ്റി ഉള്ള ഒരാൾ കൂടിയാണ്. മിക്കപ്പോഴും അണിയറയിൽ നിൽക്കുന്ന ഇത്തരം ക്രിയേറ്റീവ് മൈൻഡ്സിനെ നമുക്ക് അരങ്ങത്ത് പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാകില്ല. അപ്പോൾ ഗോപൻ നമ്മളുടെ സംഘത്തെ നയിക്കുന്ന ആ ഒരു എൻറ്റയർ ടീമിന് നമ്മളുടെ എഡിറ്റോറിയൽ ബോർഡിന്റെ അഭിനന്ദനങ്ങൾ.